ഒരിക്കൽ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ കഥാപാത്രങ്ങളെപ്പോലെ കറുത്ത ഷർട്ടിട്ട ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആട് എന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലേപോലെ 2 കളറുള്ള മുണ്ട ധരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പാൻറ്റിൽ ഒരു 5-6 കീഴ്ത്തെങ്കിലും കാണും. ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച ഒരു ഇടം. ഇവിടെ വരുമ്പോൾ ഒരു ഭവനത്തിലേക്ക് വരുന്ന ഒരു ഫീലാണ്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുവാനായിട്ടൊക്കെ ഇടയായി. ഇന്നലെ ഒരു കല്യാണമുണ്ടായിരുന്നു. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണം ആയതുകൊണ്ട് തന്നെ വരുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഈ ദിവസങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒന്ന് ആരാധനയിൽ പങ്കെടുക്കണമെന്ന് മാത്രമല്ല. അപ്പോൾ ഞാൻ രാജാനോട് പറഞ്ഞിങ്ങനെ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാജാൻ പറഞ്ഞു, എന്നാൽ വചന ശുശ്രൂഷയും കൂടെ നിർവഹിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു വാക്ക് ഏറ്റെടുക്കുകയും ഇത് ദൈവനിയോഗമായി കാണുവാനും ഇടയായി. അങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ താമസിക്കുന്നത്. കോഴിക്കോട് പുലിക്കയം ഇമ്മാനുവൽ മാർത്തോമ ചർച്ച്, കാട്ടിപ്പോയിൽ കർമ്മയിൽ മാർത്തോമ ചർച്ച് എന്ന 2 ഇടവകകളുടെ വികാരിയായിട്ട് ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. ദൈവം ഈ നാളുകളിൽ ഞങ്ങളെ കുടുംബമായി എന്നോടൊപ്പം എൻ്റെ സഹധർമ്മിണി ആൻസി കടന്നിട്ടുണ്ട്. ആൻസി ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കീബോർഡ് വായിക്കുന്നത് നേരിട്ട് കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സന്തോഷം കൂടി എനിക്ക് ഉണ്ട്. പ്രിയപ്പെട്ട സജീച്ചൻ്റെയും അലക്സച്ചൻ്റെയൊക്കെ ഒപ്പം പ്രിയ സ്നേഹിതനായ അജയച്ചൻ, ഞങ്ങൾ ഒരുപാട് നല്ല ബന്ധം ഈ നാളുകളിൽ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഒരു കൊയർ ടീമായിട്ടൊക്കെ പ്രവർത്തിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു. ഒരു പ്രോഗ്രാം യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്തതൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. ലാലു സാർ എൻ്റെ ഇടവകയിൽ ഒരിക്കൽ വന്നിട്ടുണ്ട്. സെൻട്രൽ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഈ രാജാനും കുടുംബവും എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ്. ഏറ്റവും സ്നേഹമുള്ള കുടുംബം. മാമ വന്നിട്ടില്ലേ ഇന്ന്? ഉണ്ടോ? ഓക്കെ. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഈ പ്രദേശത്ത് വരുവാനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ വചനം കേൾക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ നാവിനെയും നിൻ്റെ മക്കളുടെ ഹൃദയത്തെയും ഒരുപോലെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. റാന്നിക്കാർ ഒരിക്കലും മറക്കാത്ത വർഷമാണ് 2018. കേരളത്തിൽ ഉയർന്ന അളവിൽ മഴ പെയ്യുകയും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും ചരിത്രത്തിൽ ആദ്യമായി 54 അണക്കെട്ടുകളിൽ 35 എണ്ണവും തുറന്നുവിടുകയും ചെയ്തതിൻ്റെയും അതിൻ്റെ ഫലമായി കേരളം ഒരു വലിയ പ്രളയത്തിന് സാക്ഷ്യം വഹിച്ചതായ ഒരു വർഷമായിരുന്നു 2018. അതുകൊണ്ട് 2018 നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 30-ാം തീയതി വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ മൂലം ഒരു ഗ്രാമം മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ശൂന്യമാക്കപ്പെട്ടതൊക്കെയും നമ്മൾ അറിഞ്ഞതായ സംഭവമാണ്. ഞാൻ കോഴിക്കോട് താമസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പലപ്പോഴും വയനാട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ വയനാടുള്ള ഈ പ്രദേശങ്ങൾ പോയി സന്ദർശിക്കുവാനായിട്ടൊക്കെയും ഇടയായി. നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തും മാർത്തോമാ സഭയിലെ വൈദികനുമായിരിക്കുന്ന കരൺ ജോൺ മത്തായി അച്ഛൻ ഈ ചൂരൽമലയിലുള്ള ഈ പ്രദേശങ്ങളുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായും ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ അച്ഛനുള്ളതുകൊണ്ട് അവിടെ പോകുവാനായിട്ടൊക്കെയും എനിക്ക് ഭാഗ്യം
ലഭിച്ചു. അപ്പോൾ അവിടെ പോകുന്നതിന് മുൻപ് ഞാൻ ആ ചൂരൽമലയിൽ മുൻപുണ്ടായിരുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് അവിടെ പോകുന്നത്. ആ യൂട്യൂബിൽ കണ്ട സ്ഥലവും ഈ സ്ഥലവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് കാണുവാൻ സാധിച്ചു. 150-ലധികം ഭവനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ദേശം, ഒരു ഗ്രാമം, എല്ലാം കല്ലുകളും മണ്ണുകളും മാത്രം നിറഞ്ഞ ഒരു അനുഭവത്തിൽ കാണുകയാണ്. അവിടെ പോയപ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു ഓർമ്മകൾ ഉള്ള ശബ്ദം നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ്. അവൾ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഭവനത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവൾ ശ്രമിച്ചു. ലാസ്റ്റിൽ അവൾ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു. നീതുവിൻ്റെ ഭവനമൊക്കെയും അന്ന് കാണുവാനായിട്ടൊക്കെയും ഇടയായി. വളരെയധികം വേദനയുളവാക്കിയ ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ ഉള്ള ഈ ജൂലൈ മാസത്തിൽ ഇന്ന് ഈ പ്രദേശത്ത് വരുമ്പോൾ ഈ ആ വയനാട് ചൂരൽമലയിലുണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവരെയൊക്കെയും ഈ സമയത്ത് ഓർക്കുകയും പ്രകൃതിയോട് കരുണ ചെയ്യണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയം നടന്നത് നോഹയുടെ കാലത്തായിരുന്നു. അപ്രതീക്ഷിതമായ സമയത്ത് പ്രളയം ഉണ്ടാകുകയും ആ പ്രളയത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി ഒരു കുടുംബത്തെ സംരക്ഷിക്കുക, പ്രളയത്തിന് ശേഷം തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ആ കുടുംബത്തിന് ഒരുക്കി നൽകുക, വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 6, 7, 8, 9 അധ്യായങ്ങളിൽ നാം കാണുന്നത്. നമ്മുടെ പ്രതീക്ഷയ്ക്കും സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്. ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം സൃഷ്ടിച്ചതായ ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം രൂപപ്പെടുത്തിയതായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ജീവിച്ചപ്പോൾ ദൈവം ഈ ഭൂമിയെ തകർക്കുവാനായി നോഹയുടെ കാലത്ത് 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുകയും അങ്ങനെ 40 ദിവസം ഈ ഭൂമിയിൽ ജലപ്രളയമുണ്ടാകുകയും ചെയ്ത അനുഭവമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 6, 7, 8, 9 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഇവിടെ 7-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഭൂമിയിൽ 40 സംവത്സരം പ്രളയമുണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഈ കാണുന്നത്. 40 ദിവസം ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്തു നിന്ന് ഉയർന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് അതിനുശേഷം വായിക്കുമ്പോൾ 24 മുതൽ 24 ശേഷമുള്ള അധ്യായം, പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. 74 വാക്കിയ ശേഷം 8-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു എന്ന് കാണുകയാണ്. ദൈവം നോഹയെ ഓർത്തു. വളരെ ആഴമേറിയ ഒരു ചിന്ത നൽകുന്നതായ ഒരു സെൻറ്റൻസ്. ദൈവം നോഹയെ ഓർത്തു. നമ്മൾ ദൈവത്തെ ഓർക്കാറുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെ ഓർക്കാറുണ്ടോ? ദൈവത്തിന് നമ്മെ വല്ല പരിചയമുണ്ടോ എന്നത് ഇന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ മെമ്മറി കാർഡിൽ ഇടം പിടിക്കുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല. ദൈവം ഓർത്തു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒന്ന്, ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ തൻ്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും താമസിച്ചിരുന്നതായ സോദോമും ഗോമോരയും ദൈവം നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ കാണുന്നു. അങ്ങനെ ദൈവം അബ്രഹാമിനെ ഓർത്തപ്പോൾ ഒരു പോറലും തട്ടാതെ വണ്ണം
ലോത്തിനെ ദൈവം രക്ഷിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. വന്ന വഴി മറന്നവനായിരുന്നു ലോത്ത്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം ഇറങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെയും സാറയുടെയും കൂടെ ഉണ്ടായിരുന്ന ഒരു അനാഥ കുട്ടിയായിരുന്നു ലോത്ത്. എന്നാൽ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ വന്ന വഴിയും സഹായിച്ച ദൈവത്തെയും അഭയം തന്ന അബ്രഹാമിനെയും ഉപേക്ഷിച്ച് സ്വത്തിൻ്റെ പിന്നാലെ പോയവനായിരുന്നു ലോത്ത്. ദൈവം നടത്തിയ വഴികൾ വിട്ട് മാറിപ്പോയാൽ, ദൈവസന്നിധി വിട്ട് അകന്ന് ജീവിച്ചാൽ ലോത്തിൻ്റെ അനുഭവമായിരിക്കും നമുക്കും ഉണ്ടാകുന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, എത്രത്തോളം നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ആയുസ്സുമായിട്ട് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ, എത്രയെത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയത്. അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരാണ് മനുഷ്യർ. ഇന്ന് ഒരു പട്ടക്കാരനായതുകൊണ്ട് തന്നെ ധാരാളം അനുഭവങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരെ അവരുടെ തലമുറയും ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇവിടെ ലോത്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് ജീവിച്ചെങ്കിലും ഈ അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് എന്നുള്ള ഒറ്റ ബലത്തിൽ ദൈവം അവനെ കൈവിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 18-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത വയ്ക്കുന്നതിനെക്കുറിച്ചൊക്കെയും കാണുന്നുണ്ട്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? പിന്നെ 45, 30 അങ്ങനെ ഇങ്ങനെ കണക്കുകൾ പറയുകയാണ്. അതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോത്തിനെ രക്ഷിക്കുക എന്നുള്ളത് അബ്രഹാമിൻ്റെ ആവശ്യമായിരുന്നു. ഇന്ന് സഹോദരങ്ങൾ തമ്മിൽ കലഹങ്ങളുള്ള ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ സഹോദരന് വേണ്ടി കോടതി വരെ കയറുന്ന ആളുകൾ എനിക്കറിയാം. അതുപോലെ ബന്ധങ്ങൾ ശിഥിലമാകപ്പെടുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അബ്രഹാം നല്ല മാതൃക നമുക്ക് കാണിച്ചു തരികയാണ്. ഈ സഹോദരപുത്രൻ ലോത്ത്, അവൻ തെറ്റ് ചെയ്തവനാണ് എങ്കിലും അവനെയും കൈക്കൊള്ളുവാൻ അവനൊരു പ്രശ്നം വന്നപ്പോൾ അവനെ ചേർത്ത് നിർത്തിയവനായി ഈ അബ്രഹാമിനെ കാണുന്നു. അതുപോലെ ദൈവം ഓർത്തതായ മറ്റൊരു വ്യക്തിയാണ് റാഹേൽ. 30-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, യാക്കോബിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു എങ്കിലും ദൈവം ഓർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് റാഹേലിനെ കുറിച്ചാണ്. അതിൻ്റെ കാരണം അവർ നിരന്തരം ദൈവത്തോട് മക്കൾക്ക് വേണ്ടി അപേക്ഷിച്ചവൾ ആയിരുന്നു. അപ്പോൾ നിരന്തരം ദൈവസന്നദ്ധയിൽ അപേക്ഷകൾ കഴിക്കുന്ന ആളുകളെ ദൈവം ഓർക്കുന്നുണ്ട് എന്നത് ഇവിടെ ഒരു തെളിവായി കാണുവാൻ സാധിക്കുന്നു. ദൈവം റാഹേലിനെ ഓർത്തപ്പോൾ അവളുടെ അടഞ്ഞ ഗർഭത്തെ തുറന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിരന്തരമായ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നമ്മളിങ്ങനെ നിരന്തരം ഒരു വിഷയം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിന് മറുപടി നൽകും. ഇവിടെ റാഹേലിൻ്റെ ഗർഭത്തെ ദൈവം തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, അടഞ്ഞിരിക്കുന്ന പല വാതിലുകളും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവാം. ഏത് അടഞ്ഞ വാതിലുകളും തുറക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അടഞ്ഞ വാതിൽ തുറക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് 2018 അല്ലേ. വെള്ളം നിറഞ്ഞ ഭവനങ്ങളിലൊക്കെ അടഞ്ഞു പോയപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം കതകൾ തുറക്കാൻ വളരെ പ്രയാസപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാന്നിക്കാർക്ക് വളരെയധികം പരിചയമുള്ള അനുഭവമാണല്ലോ. അതുകൊണ്ട് അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം ഹന്നയെ ഓർത്തുവെന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഹന്ന മക്കളില്ലാത്തവർ. അവൾ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവളാണ്. ദേവാലയത്തിൽ മാത്രം സമയം സ്പെൻഡ് ചെയ്തവളാണ്. അവൾ ഭവനത്തിൽ വളരെയധികം ഒറ്റപ്പെട്ട് ജീവിച്ചവളാണ്. അവളെ ദൈവം ഓർത്തു, അവൾക്ക് മകനെ നൽകി ശമൂവേൽ പ്രവാചകനായി വളർന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
ഇന്ന് വായിച്ചതായ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചു, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഓർത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ മറന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ദൈവം ഓർക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദൈവത്തിൻ്റെ മെമ്മറി കാർഡിൽ ഇടം നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് ദൈവം നോഹയെ ഓർത്തത്? ആരാണ് നോഹ? അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദാമിൻ്റെ വംശപാരമ്പര്യം നൽകിയതിനു ശേഷം, അതിൻ്റെ ഒരു ചരിത്ര വിവരണങ്ങൾക്കൊക്കെ ശേഷം 28-29 വാക്യങ്ങളിൽ നാം നോഹയെക്കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രവൃത്തിയിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. യഹോവ ശപിച്ചതായ ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവന് നോഹ എന്ന പേരിട്ടു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആരോഗ്യവും ആയുസ്സും നൽകിയത് നമ്മുടെ മാത്രം സുഖത്തിന് വേണ്ടിയല്ല. നമ്മൾ സുഖകരമായി മനോഹരമായ ഭവനങ്ങളിൽ ജീവിക്കുമ്പോൾ ഭവനങ്ങളില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട്. നമ്മൾ സന്തോഷത്തോടെ മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ മക്കളുടെ സ്നേഹം കൊതിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അതുപോലെ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മക്കൾ ദൈവം നൽകിയ ദാനമാണ്. ഞാൻ അടിവാരത്തിനൊക്കെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അടിവാരം, താമരശ്ശേരി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടമാണ്. ലഹരി മാഫിയകളുടെ ഇടമാണ് ഒരു ആ പ്രദേശങ്ങൾ. അവിടെ ഞാൻ എൻ്റെ പള്ളിയിൽ എൻ്റെ ഇടവാംഗമായിരിക്കുന്ന ഒരു കുട്ടി, അവനും MDMA-യുമായിട്ട് അറസ്റ്റിലായിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ. ഞാൻ അവനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഒരു 8-9 വർഷക്കാലമായി അവനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയായിരുന്നു എല്ലാവരും. പള്ളിയിൽ വന്ന ആ കുറ്റം എല്ലായിടത്തും അവനെ കുറ്റപ്പെടുത്തുകൾ മാത്രവും. അങ്ങനെ അവൻ ഈ ലഹരിയുടെ അടിമയായി തീർന്നു. ഈ വയനാട് വെച്ച് റിസോർട്ടിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചു. ആദ്യം ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു, കാരണം ലഹരിയുടെ അടിമകളായി നിന്നവനാണ്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ MDMA വളരെയധികം തീവ്രകരമായ ഒരു ലഹരി വസ്തുവാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, എനിക്ക് 2 പള്ളികളുണ്ട്, മാറി മാറി ഞാൻ എവിടെ കുർബാനയില്ലെന്നോ അവിടെ നീ എൻ്റെ കൂടെ വാ. ഞാൻ അവനെ ഇപ്പോൾ കൊണ്ടു നടക്കുകയാണ് കൂടെ. എൻ്റെ സഹോദരനെ പോലെ ഞാൻ അവനെ കൊണ്ടു നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നൽകിയ നന്മകൾ ദൈവസന്നദ്ധയിൽ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരണം. ദൈവം നൽകിയ മക്കളെ ദൈവസന്നദ്ധയിൽ വളർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ അടിമകളായി തീരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ അവിടെ കാണുന്ന വേറൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് നീട്ടി വളർത്തി കഴിഞ്ഞാൽ പറയും അവൻ കഞ്ചാബിന് അടിമയാണ്. അല്ലെങ്കിൽ ഒരു കമ്മൽ കുത്തിക്കഴിഞ്ഞാൽ പറയും അവൻ ലഹരിയുടെ അടിമയാണ്. അങ്ങനെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ആരോടും മിണ്ടത്തില്ല. എന്താ മോനെ കാര്യം? ഇങ്ങനെ എന്നെ ഒരു ലഹരിയുടെ അടിമയാക്കി തീർക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. അവൻ ഈ യൗവനക്കാരനായതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ഫ്രീക്കത്തരമൊക്കെ കാണിക്കുന്നതിൽ തെറ്റതുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മുടി വളർത്തിയെന്ന് വെച്ചുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകത്തില്ല. അത് അവൻ്റെ ആ പ്രായത്തിൻ്റെ, നമ്മളറിയാം ഇപ്പോൾ കുട്ടികളൊക്കെ ധാരാളം ഫാഷൻ പരേഡ് പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതിനെ തെറ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈയകലത്ത് നിന്ന് അകന്നു പോകും. ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ബോധ്യം വരും, അവൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം സ്വയം ഉണ്ടാകുമ്പോഴാണ് ആ തെറ്റിൽ നിന്ന് മാറുവാനായിട്ട് സാധ്യമായി തീരുന്നത്. ഇവിടെ നോഹയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നോഹ ഈ ശപിക്കപ്പെട്ട ഈ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി
ദൈവം നിയോഗിച്ചവനാണ്. നോഹയെക്കുറിച്ച് ഒരു ധ്യാന പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: വിശ്വാസത്തെ വിശ്വസ്തത കൊണ്ടും, വിശ്വസ്തതയെ നീതി കൊണ്ടും, നീതിയെ നിഷ്കളങ്കത കൊണ്ടും, നിഷ്കളങ്കതയെ വിശുദ്ധി കൊണ്ടും, വിശുദ്ധിയെ യാഗം കൊണ്ടും കീഴടക്കിയ അതുല്യ വ്യക്തിത്വമാണ് നോഹ. വിശ്വാസത്തെ വിശ്വസ്തത കൊണ്ടും, വിശ്വസ്തതയെ നീതി കൊണ്ടും, നീതിയെ നിഷ്കളങ്കത കൊണ്ടും, നിഷ്കളങ്കതയെ വിശുദ്ധി കൊണ്ടും, വിശുദ്ധിയെ യാഗം കൊണ്ടും കീഴടക്കിയ അതുല്യ വ്യക്തിത്വമാണ് നോഹ. ദൈവസന്നദ്ധയിൽ വിശുദ്ധിയോടെ ജീവിച്ച് വിജയിച്ച ഒരു വ്യക്തിയുടെ പേരാണ് നോഹ. അതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രളയ ദുരന്തത്തിന് സാക്ഷിയായി തീരുകയും ആ പ്രളയത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത ഒരു ധീരനായ ഒരു വ്യക്തി കൂടിയാണ് നോഹ. നോഹ എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസം, വിശ്രമം എന്നിവയാണ്. അപൂർവമായ ഒരു പേരാണ് നോഹ. നോഹ എന്ന പേരുള്ള അങ്ങനെ ആരെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അപ്പോൾ നോഹ എന്ന പേരിടാൻ പലർക്കും ഭയമാണ്. കാരണം നോഹ എന്ന് കേൾക്കുമ്പോൾ പ്രളയം, ഇവൻ്റെ ജീവിതം എന്തായി തീരുമോ എന്നുള്ള ഒരു ആശങ്ക കാരണം ജീവിതം മുഴുവൻ പ്രളയമാകുമോ എന്ന് ഭയന്ന് നോഹ എന്നാരും അറിഞ്ഞുകൊണ്ട് പേരിടുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം ബലവാന്മാരും ധൈര്യശാലികളും ഉണ്ടായിരുന്ന ഈ ലോകത്തിൽ ദൈവം ഓർത്തത് ആരെയാണ്? നോഹയാണ്. എന്തുകൊണ്ടാണ് ദൈവം നോഹയെ ഓർത്തത്? 3 ചിന്തകളിലൂടെ പങ്കുവയ്ക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നോഹ വ്യത്യസ്തനായി ജീവിച്ചവനാണ്. നോഹ വ്യത്യസ്തനായി ജീവിച്ചവൻ ആണ്. എങ്ങനെയാണ് നോഹ വ്യത്യസ്തനായി ജീവിച്ചത്? 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇടജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വഷളത്വം നിറഞ്ഞതായ ഭൂമിയിൽ യഹോവയുടെ കൃപ ലഭിച്ചവനാണ് നോഹ. നമ്മൾ പഴയ നിയമത്തിൽ കൃപ ലഭിച്ചവനെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പുതിയ നിയമത്തിലാണെങ്കിൽ കൃപ ലഭിച്ചവൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മറിയ എന്ന് പറയും. പഴയ നിയമത്തിൽ കൃപ ലഭിച്ചവൻ എന്ന് പറയുന്നത് നോഹയെക്കുറിച്ചാണ്. വഷളത്വം നിറഞ്ഞതായ ലോകത്തിൽ, അധപ്പതിച്ച ലോകത്തിൽ വ്യത്യസ്തനായി ജീവിച്ചവനാണ് നോഹ. അതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇവിടെ പറയുന്നത് 6-7 വാക്യങ്ങളിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിക്കുക. എന്നോർത്ത് നോക്കിയേ, ആ ഒരു ഫീലിംഗ്, ദൈവത്തിൻ്റെ ഒരു ഫീലിംഗ് കണ്ടോ? ദൈവം എത്ര ഓമനിച്ച് വളർത്തുവാൻ ആയിട്ട് ആഗ്രഹിച്ച് സൃഷ്ടിച്ചതാണ് ഈ മനുഷ്യനെ. ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടെ ആ ഒരു പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി ഭൂമിയെ സൃഷ്ടിക്കുന്നു, ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിച്ചപ്പോൾ ദൈവം അവനെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് കരുതി അനുതപിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നോഹയ്ക്ക്
കൃപ നൽകുകയാണ്. ഇവിടെ നോഹയെക്കുറിച്ച് ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുക, നിഷ്കളങ്കനായി ജീവിക്കുക, നീതിയോടെ ജീവിക്കുക എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ചിലർക്ക് നീതി മാത്രം ഉണ്ടാവും, ചിലർ നിഷ്കളങ്കർ മാത്രം ആയിരിക്കും, ചിലർ ദൈവത്തോട് ചേർന്ന് മാത്രം നടക്കും. ഈ മൂന്നും ഒരേപോലെ വന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ നോഹയ്ക്കാണ്. ഇവിടെ അനീതി നിറഞ്ഞതായ ലോകത്തിൽ നീതിയുടെ ശബ്ദമായി തീർന്നവനാണ് നോഹ. നിഷ്കളങ്കമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാപമായിട്ടങ്ങ് ജീവിക്കണം എന്നല്ല. പാപമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ എല്ലാവർക്കും അടിമകളായി തീരും. പ്രാവിനെ പോലെ കളങ്കമില്ലാത്ത മനസ്സ്, പാമ്പിനെ പോലെ ബുദ്ധിയുള്ള മനസ്സ്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്. ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിച്ചവനാണ് നോഹ. നിഷ്കളങ്കനായി ജീവിച്ചവനാണ് നോഹ. ദൈവത്തോട് കൂടെ നടന്നവനാണ് നോഹ. അങ്ങനെയുള്ള നോഹയെ ദൈവം ഓർത്തു. തകർന്ന ലോകത്തിൽ തളരാതെ സാക്ഷ്യത്തോടെ ജീവിച്ചവനാണ് നോഹ. ഇന്ന് ഒഴുക്കിനോട് ചേർന്ന് ഒഴുകി പോകുവാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒഴുക്കിനെതിരെ സംസാരിക്കുവാനോ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുവാനോ സാധ്യമാകാത്ത ലോകം. ഇന്ന് അനീതികൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം അവരെ ഒറ്റപ്പെടുത്തും. കൂടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകത്തില്ല. ഭവനത്തിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നീതിയോടെ സത്യം സംസാരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ പോലും പറയും ഇവൻ പോക്ക, അല്ലേ? ശരിയല്ലേ? അനുഭവമുള്ള ആരോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നീതി സംസാരിക്കുമ്പോൾ നീതിയോടെ നിൽക്കുന്നവരെ, നട്ടലോടെ ജീവിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത്. ഇന്ന് ട്രെൻഡിൻ്റെ പുറകെ പോകുന്ന ഒരു കാലമാണ്. ഡ്രസ്സിങ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ എല്ലാം ട്രെൻഡ് അനുസരിച്ചാണ് ഇന്ന് മാധ്യമങ്ങളിൽ ആണെങ്കിൽ പോലും കാണുന്നത്. അതുപോലെ തന്നെ യൗവനക്കാർ കൂടുതലും സിനിമകളെ അനുകരിക്കുന്നവരാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ, നായകന്മാരും ഉപയോഗിക്കുന്നതായ വസ്ത്രം, അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ, ഇതാണ് ഇന്നത്തെ ഒരു ജനങ്ങൾ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ യൗവനക്കാരാണെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളത് അതുകൊണ്ടാണ്, അതനുസരിച്ച് അവരുടെ ട്രെൻഡ് അനുസരിച്ചാണ് വാണിജ്യവൽക്കരണത്തിൽ ഈ ഷോപ്പുകളിലൊക്കെയും ലഭ്യമാകുന്നതും അവരുടെ ട്രെൻഡ് അനുസരിച്ചാണ്. ഒരിക്കൽ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ കഥാപാത്രങ്ങളെപ്പോലെ കറുത്ത ഷർട്ടിട്ട ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആട് എന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതിലേപോലെ 2 കളറുള്ള മുണ്ട ധരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പണ്ടൊക്കെ ധരിക്കുന്ന പാൻസ് ഒന്ന് കീറിപ്പോയാൽ എങ്ങനെയെങ്കിലും അത് തയ്ച്ചിടുകയോ അല്ലെ വേറെ പാൻറ് ഇടുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരെ നോക്കിയാൽ മനസ്സിലാവും, അവരുടെ പാൻറ്റിൽ ഒരു 5-6 കീഴ്ത്തെങ്കിലും കാണും. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് ചോദിച്ചു, ഇവനെ നീ നല്ല പാൻറ് ഇട്ടോട്ടോ, കീറിപ്പോയല്ലോ. പറഞ്ഞാൽ അതൊരു ഫാഷനാണ്. ഇപ്പോഴത്തെ ഫാഷൻ കീറിയ പാൻറ്റും ഒക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ. എന്നാൽ നോഹയുടെ കാലത്ത് നോഹ ഒരു ഫാഷൻ്റെയും ഒരു ട്രെൻഡിൻ്റെയും പുറകെ പോയില്ല. ഈ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയും. എന്നാൽ നോഹ ജീവിച്ചത് വ്യത്യസ്തനായാണ് ജീവിച്ചത്. അതുകൊണ്ട് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. രണ്ടാമത് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, നോഹ ദൈവവചനം അനുസരിച്ചവനാണ്. നോഹ ദൈവവചനം അനുസരിച്ചവനാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്:
യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരം ഒക്കെയും നോഹ ചെയ്തു. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. ദൈവം കൽപ്പിക്കാത്തതൊന്നും അവൻ ചെയ്തില്ല. വളരെ ഗൗരവമായ ഒരു വാക്കാണ്. ദൈവം നമ്മോട് ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കൂട്ടായ്മകളിൽ വരുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ അടുക്കൽ അവൻ വരും. നമ്മളറിയാതെ നമ്മുടെ അടുത്ത് ഇരുന്ന് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് അവൻ്റെ കാതുകളെ വെക്കും. ഹൃദയമിടിപ്പറിയാനല്ല, ഹൃദയത്തിലെ വേദന അറിയാനാ. ഹൃദയത്തിൽ എന്തെങ്കിലും ഭാരവുമായിട്ടാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്ന് അറിയുവാനായിട്ടാണ് അവൻ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് കാത് വെക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ അരികിൽ ദൈവമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ ഏതെങ്കിലും പ്രയാസങ്ങളോ ആയിട്ട് ആരെങ്കിലും ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ, അത് യൂട്യൂബിലായിക്കോട്ടെ ഈ ഹോളിനുള്ളിലായിക്കോട്ടെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. ഇവിടെ നോഹ ദൈവം കൽപ്പിച്ചതൊക്കെയും ചെയ്തവനാണ്. പ്രളയമുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞു എങ്കിലും നോഹ വിശ്വസിച്ചത് വെള്ളത്തെയല്ല, പെട്ടകത്തെയുമല്ല. നോഹ വിശ്വസിച്ചതും ആശ്രയിച്ചതും അഖിലാണ്ടത്തിൻ്റെ ഉടയവനെയാണ്. ദൈവത്തെയാണ് അവൻ ആശ്രയിച്ചത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ചില ആളുകളുണ്ട്, ഈ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ ആ വീട്ടിലിങ്ങനെ നിരന്തരം ഇങ്ങനെ പോവും. എന്തിനാ? സങ്കടങ്ങൾ പറയുക, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങുക, ഒക്കെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ എനിക്കൊന്നത് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഗൾഫുകാരുണ്ട്, അല്ലെങ്കിൽ UK കാനഡക്കാർ, എല്ലാ വീടുകളും ഉണ്ട്. എന്നാൽ മനുഷ്യരിൽ ആശ്രയിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ പോകുന്ന ആളുകൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രയാസങ്ങൾ അവരുമായിട്ടുണ്ടായാൽ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മതി, പിന്നെ ഈ തന്നതും ഇല്ല, ചെയ്തതുമില്ല, ഒന്നുമില്ല, അവരെക്കുറിച്ച് തന്നെ മോശമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊരു പ്രകൃതി നിയമമാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഇവിടെ നാം കാണുന്നത് നോഹ ആശ്രയിച്ചതും നോഹ വിശ്വസിച്ചതും അഖിലാണ്ടത്തിൻ്റെ ഉടയവനെയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ, എൻ്റെ ഫാദർ ഡ്രൈവറാണ്. ഇപ്പോൾ ഒരു ഡ്രൈവറാണ്, അന്നും ഡ്രൈവറാണ്. ഇപ്പം ദുബൈയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ടാക്സി ഡ്രൈവറാണ്. അന്ന് ഗൾഫുകാരുടെ ഓട്ടോ ഒക്കെ കിട്ടും. അപ്പോൾ ഓട്ടം പോയിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മുട്ടായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ചോ സ്പ്രേയോ തന്നു വിടും. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ, എന്നാണ് ഞങ്ങൾക്ക് ഒന്ന് മുട്ടായി ഒരു എണ്ണത്തിൽ കൂടുതൽ കിട്ടുക? അവർ തരുമ്പോൾ എത്ര ആ വീട്ടിലെ ആളുകൾ എണ്ണം അനുസരിച്ച് തരത്തുള്ളൂ. അതങ്ങനെ പറ്റത്തുള്ളല്ലോ. ഞങ്ങൾ ദൈവമേ എങ്ങനെയാണ് സാധിക്കുക? ദൈവം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര നന്മകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ 3 പേർ ഇപ്പോൾ ദുബായ്ക്കാരാണ്. എൻ്റെ പാപ്പായും എൻ്റെ സഹോദരനും സഹോദരിയും ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ച ആ വ്യക്തിയുടെ ആങ്ങളെയും ദുബായിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ മുട്ടായി തിന്നാനൊരു കൊതി പോലും ഇല്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. ധാരാളം പ്രയാസങ്ങളോടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം ഒരു ടാക്സി ഡ്രൈവറിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പം മൊബൈൽ വഴി ആപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ ഇരുന്നാൽ ജോലി കിട്ടും, എന്നാൽ ഓട്ടം കിട്ടും. എന്നാൽ അന്നങ്ങനെയല്ല. ആ ടാക്സി സ്റ്റാൻഡിൽ രാവിലെ പോകണം. അവിടെ നിന്ന് ഒരു ദിവസം മുഴുവനും അവിടെ കാത്തിരുന്നെങ്കിലേ ഉള്ളൂ വല്ല ഓട്ടവും അന്ന് അരി വാങ്ങിക്കാനുള്ളത് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അങ്ങനെ ആ അരി വാങ്ങിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വീട്ടിലെ വണ്ടിയുടെ പെട്രോൾ അടിക്കണം. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് മിച്ചം കുറച്ച് പൈസ കൊണ്ട് വീട്ടിൽ വരും. ഒരു സേവിങ്ങും കിട്ടത്തില്ല. പിറ്റേ ദിവസം രാവിലെ അതിൽ നിന്നായിരിക്കും വീട്ടിലെ മീനോ എല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുന്നതും അതിൽ നിന്നായിരിക്കും. അതാ കാലഘട്ടം. എന്നാൽ ഇപ്പോൾ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു. അന്ന് എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ,
ദൈവസന്നിധിയിൽ പരാതി പറയരുത്. ദൈവത്തെ ആരാധിക്കുവാനും ദൈവസന്നിധി പ്രാർത്ഥിക്കാനും മാത്രം സമയം സ്പെൻഡ് ചെയ്യണം. ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഉപദേശം. അതുപോലെ തന്നെ എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ പിതാവ് ഞങ്ങളെ കൊണ്ട് പള്ളിയിൽ പോകും. പള്ളി ആരാധന മുടക്കിയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് സജീവച്ചൻ ഓർമ്മിച്ചോ പറയാം, അവരൊക്കെ ഒന്നിച്ച് ഒരു കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരും തോറും അവൻ നമ്മോട് ചേർന്നിരിക്കും. നമ്മെയും നമ്മുടെ കുടുംബത്തെയും തലമുറയും അവൻ ഓർക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. നോഹ വിശ്വസിച്ചതും നോഹ ആശ്രയിച്ചതും പ്രളയത്തെയല്ല, പെട്ടകത്തെയല്ല, അഖിലാണ്ടത്തിൻ്റെ ഉടയവനെയാണ്. ഒരു ബൈബിൾ ഉണ്ടായിരുന്ന ഒരു കാലം നമുക്കുണ്ട്. ഒരു ബൈബിളുണ്ട്, ഒരു കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ച് അത് വായിക്കും. ഒരാൾ വായിക്കുന്നു, അടുത്ത ആൾ അങ്ങനെ പാസ് ചെയ്തു കൊടുക്കും. ഇന്ന് ബൈബിളുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ മതി അല്ലേ? വീടുകളിൽ ഇന്ന് ധാരാളം ബൈബിളുകൾ നമ്മുടെയൊക്കെ ഭവനങ്ങളുണ്ട്. ഒന്ന് തലയിണയുടെ അടിയിൽ വെക്കാൻ, ഒന്ന് വാഹനത്തിൽ വെക്കാൻ, ഒന്ന് ടീപ്പോയുടെ അടിയിലുള്ള മാഗസിനുകൾക്ക് ഇടയിൽ വെക്കാൻ. പിന്നെ ചില ആളുകളുണ്ട് പൊടിയാകുമെന്ന് പറഞ്ഞ് തുറന്നു വയ്ക്കാതെ വാങ്ങിയതുപോലെ തന്നെ ഭദ്രമായി പൊതിഞ്ഞ് വിൽക്കുന്ന ആളുകൾ ഉണ്ട്. എങ്ങനെയോ അല്ല, ചില ആളുകളുടെ എങ്ങനെയാ ഇതും പിടിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുന്നത്, ആരെങ്കിലും കണ്ട എന്നെ കളിയാക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ എടുക്കാതെ പ്രാർത്ഥനയ്ക്കും പള്ളികളും പോകുന്ന ആളുകളുമുണ്ട്. കാരണം ഇപ്പോൾ എല്ലാം ഫോണിലുണ്ടല്ലോ, എന്തിനാ ബൈബിൾ പോക്കറ്റ് വെച്ചാൽ പോരെ എന്നങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഓർത്തു നോക്കിക്കേ, ഈ കറുത്ത പുസ്തകം എടുത്തവരെയും ഇത് വായിച്ചവരെയും ഇത് ചുമന്നവരെയും അവരുടെ തലമുറയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് 3 ബൈബിളുണ്ട്. എനിക്ക് ആദ്യം കിട്ടുന്ന ബൈബിളാണ്. ഇതെൻ്റെ അപ്പച്ചനും അമ്മച്ചനും വാങ്ങിച്ചു തന്ന ബൈബിളാണ്. ഇതിന് ശേഷം ഞാൻ കൊമ്പാടി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റ്, ഒരു ബൈബിൾ, അത് വീട്ടിലിരിപ്പുണ്ട്. പട്ടം കിട്ടിയപ്പം കിട്ടിയ ബൈബിളും ഉണ്ട്. കശീശ പട്ടം കിട്ടിയ അതും ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ ഈ ബൈബിൾ, ഇത് എൻ്റെ ആദ്യം കിട്ടിയ ബൈബിൾ, ഞാൻ വായിച്ച് പഠിച്ചതും ഞാൻ ധ്യാനിച്ചതും പ്രസംഗിച്ചതും എന്നെ അച്ഛനാക്കിയതും എല്ലാം ഈ ബൈബിളാണ്. അതുകൊണ്ട് ജീവിതാവസാനം വരെയും ഇതെൻ്റെ നെഞ്ചോട് ചേർന്ന് ഉണ്ടാവും. തൊട്ട് പ്രിയമുള്ളവരെ, ഈ വേദപുസ്തകം വായിക്കുന്നവരെയും ഇത് ധ്യാനിക്കുന്നവരെയും ഇത് ചുമന്നവരെയും മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്. മൂന്നാമത് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. നോഹയ്ക്ക് പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു അവസരം ദൈവം നൽകിയപ്പോൾ അവൾ തനിച്ച് രക്ഷപ്പെടാൻ തയ്യാറായില്ല. അവൻ ആദ്യം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ആർക്കെങ്കിലും രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് കയറിക്കോളുവാൻ പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. അങ്ങനെ അവൻ്റെ വാക്ക് കേട്ട് വന്നവരെല്ലാവരും രക്ഷപ്പെട്ടു. അല്ലാത്തവരവിടെ വെള്ളത്തിനകത്ത് അകപ്പെട്ടു പോയി. ഇതിനകത്ത് മനസ്സിലാവുന്നൊരു കാര്യം, ഈ നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. ദൈവം ഒരു അനുഗ്രഹം അവന് നൽകിയപ്പോൾ അവൻ ആ അനുഗ്രഹം സ്വയം ഏറ്റെടുക്കാൻ മാത്രമല്ല ശ്രമിച്ചത്, അത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. ഇന്ന് ധാരാളം ആളുകൾ ഇന്ന് ഈ മലബാറിൻ്റെ ഭാഗത്തൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ 10ഉം 5ഉം സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ സ്ഥലത്തിന് ആളുകൾ പറയും ഞങ്ങൾക്ക് ഒരു 2 ഏക്കറേ ഉള്ളൂ, അല്ലെ 10 ഏക്കറേ ഉള്ളൂ, അതാ പറയുന്നത്. എന്നാൽ ഈ ഏക്കറുകളിലെ അളവുകൾ ഇങ്ങനെ കൂട്ടി പോവാം. ഈ 10 ഏക്കറുള്ളവൻ പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കും, ഇനി കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഭവനമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നത് ഒരു ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ യൂട്യൂബ് ലൈവ് ആയതുകൊണ്ട് കേൾക്കുന്നവരെല്ലാം കേട്ടോട്ടെ എന്നുകൊണ്ട് പറഞ്ഞത്. ഇതിൻ്റെ പേര് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയേക്കാം, പറഞ്ഞു എന്ന് കരുതി. പക്ഷേ ഈ വേദപുസ്തകത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കാരെയും ഭയമില്ല. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ദാസനായി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭവനമില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഉണ്ട്. ഏക്കറുകളുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് പാവപ്പെട്ടവർ കൊടുത്താൽ
ഒന്നും സംഭവിക്കാൻ പോകത്തില്ല. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ ഞാൻ ചെന്ന സമയത്ത് ഒരു വീട് തകർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ആ ഭവനം അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരനുഭവം. അവിടുത്തെ അങ്കിളും ആൻറ്റിയും എൻ്റെ അടുത്ത് കരയുകയാണ്, അച്ഛാ ഞങ്ങളെങ്ങനെ താമസിക്കും, എവിടെ താമസിക്കും, എങ്ങനെ പണിയും വീട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഭവനം. ആ പിതാവ് തെങ്ങിൽ കയറിയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രീതി, ഒരു ഫാമിലിയാണ്. വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബം. ഞാൻ പറഞ്ഞു ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവം നിങ്ങൾക്കൊരു ഭവനം തരും. എങ്ങനെ പറഞ്ഞെന്നോ എന്തിനു പറഞ്ഞെന്നോ എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ മനസ്സിൽ തോന്നി ഞാൻ അങ്ങ് പറഞ്ഞു. ഈ നവംബർ മാസത്തിൽ ഞാൻ അതിനെ തറക്കല്ലിട്ടപ്പോഴും ചോദിച്ചു, അച്ഛാ എങ്ങനെ അതിന് ബാക്കി? ഞാൻ പറഞ്ഞു ദൈവം തരുമെന്നല്ലേ പറഞ്ഞത്, ദൈവം തരും. അവൻ വാക്ക് പറഞ്ഞാൽ വാറാത്തവനാണ്, അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഞായറാഴ്ച വൈകിട്ട് ആ പണിതായ ഭവനത്തിൻ്റെ കൂദാശയായിരുന്നു. ദൈവം അത്ഭുതകരമായി ആ ഭവനത്തെ നടത്തി. ആ കുടുംബത്തെ നൽകി. ധാരാളം ആളുകൾ അവരെ സഹായിച്ചു. ധാരാളം ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ള സഹായങ്ങളൊക്കെയും ചെയ്തു കൊടുത്തു. വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ധാരാളം ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് അവരോട് ചേർന്ന് നിന്നു. അവരെ ഭവനത്തിൽ താമസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എൻ്റെ അമ്മ എന്നോടൊപ്പം അന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, മോനെ നിൻ്റെ സമയത്തെങ്കിലും ഇവർക്ക് വീട് വെച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെയാ അത്? അമ്മ പറഞ്ഞു ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാനിവിടെ നിങ്ങൾ ഭവനത്തിൽ ഇരുന്നപ്പോൾ എനിക്കിങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കോൺട്രാക്ടർമാർ വിളിക്കുക, പൈസ കൊടുക്കണം, എന്ത് ചെയ്യും? വളരെയധികം ഞാൻ ടെൻഷൻ എടുത്തു. ഞാൻ അറിയാവുന്ന അച്ഛന്മാരടുത്തെല്ലാം ആ സമയത്ത് വിളിക്കുകയാണ്. പ്രതീക്ഷകൾ പല വാതിൽ മുട്ടുകയാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, അന്ന് അവിടെ അവരുടെ കോൺട്രാക്ടറായിട്ട് നിന്ന ആ വ്യക്തി ഒത്തിരി പൈസ കുറച്ചാണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. എന്നാൽ അന്നേരമൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും, ഇദ്ദേഹത്തിന് നഷ്ടമാകില്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ തിരക്കുകളോടെ തിരക്കാണ്. ധാരാളം വർക്കുകൾ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പിടിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം നൽകിയാൽ, നമ്മൾ സമർപ്പിച്ചാൽ ദൈവം നമ്മെ അതിശയകരമായി നടത്തും. ലോകത്തിൻ്റെ ബുദ്ധിയല്ല ദൈവത്തിൻ്റെ ബുദ്ധി. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. ലോകത്തിന് മുൻപിൽ ഇതൊക്കെയും ചെയ്താൽ അവൻ വലിയ പത്രാസുകാരാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയും. എന്നാൽ ഓർക്കുക, ദൈവം ചിന്തിക്കുന്നത്, ദൈവം കാണുന്നത് നമ്മുടെ പേര് വളർത്താനോ ഒന്നുമല്ല, സമർപ്പണമാണ്. നാം ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട് എന്നത് യാതൊരു മടിയും കൂടാതെ പറയുവാൻ എനിക്ക് സാധിക്കും. ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ എൻ്റേത്, എനിക്കുള്ളത്, ഞാൻ വളരണം, എൻ്റെ കുഞ്ഞുങ്ങൾ വളരണം ചിന്തിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു സമയത്ത് ഇങ്ങനെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി നൽകണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജോലി നൽകി, ദൈവം പ്രാർത്ഥന കേട്ടു. അവരിപ്പോൾ UK കാനഡയിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത്. എന്നാൽ മക്കളെ കാണാൻ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടോ? പല ഭവനങ്ങളും വലിയ വീടുകളാണെങ്കിലും താമസിക്കാൻ ആളില്ല. ഞാൻ ഇതിനു മുൻപ് കൊയർ ചെയ്ത് കാണുന്ന ഒരാളാണ്. ഈ അച്ഛനതിന് മുമ്പ് അന്ന് ഈ കല്യാണ കൊയറും മരണ കൊയറൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ ഒരു മകൻ ഗൾഫിൽ നിന്ന് വിളിക്കുക. എൻ്റെ ഒരു കൊയറിൻ്റെ റേറ്റ് അറിയാൻ വിളിച്ച അടക്ക കൊയർ. ഈ അമ്മ വെന്റിലേറ്ററിൽ കിടക്കുക ഹോസ്പിറ്റലിൽ. എന്നോട് ചോദിക്കുക എങ്ങനെയാണ് കൊയറിൻ്റെ റേറ്റ് എങ്ങനെയാണ്, എത്ര രൂപയ്ക്ക് ചെയ്തു തരും ചോദിക്കും. ബാർഗെയിനിങ്. അപ്പം ഞാൻ മനസ്സിലാക്കി പലരോട് വിളിക്കുന്നുണ്ട്. ഈ പന്തലുകാരെ വിളിച്ചു, അതുപോലെ തന്നെ ഈ ജനറേറ്ററുകാരെ, അങ്ങനെ പലരെയും വിളിച്ച് റേറ്റ് ചോദിക്കും. എന്നാൽ അമ്മ മരിച്ചിട്ടില്ല, വെന്റിലേറ്ററിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും മരിക്കും. മുൻകൂട്ടി ഒന്ന് റേറ്റ് അറിഞ്ഞ് വെച്ചിട്ട് വേണം അവന് നാട്ടിലേക്ക് വരാൻ. ഭയങ്കര കണക്കൂട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മക്കൾക്ക് വേണ്ടി എല്ലാം കരുതി വെച്ച് പട്ടിണി കിടന്ന് വളർത്തി അവരെ ഒരു ജോലിക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ
മക്കൾക്ക് അവരെ കാണാൻ നേരമില്ല. ഇന്ന് വീഡിയോ കോൾ ഉള്ളതുകൊണ്ട് ഓക്കെ അല്ലേ, ബോട്ട് ടീമും വാട്സപ്പും എല്ലാ ആപ്പുകളും ഒക്കെ ഉണ്ട് ഇപ്പം കാണാൻ. എന്നാൽ അടുത്ത് നിന്നാൽ കിട്ടുന്നിടത്തോളം നല്ല സ്നേഹം ഈ ഒരു ആപ്പും തരത്തില്ല. അടുത്ത് നിൽക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒരു സോഷ്യൽ മീഡിയയും തരത്തില്ല. ഞാനിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഏകദേശം ഒരു 100-നടുത്ത് അല്ല 60 മേളിൽ ആളുകൾ എനിക്ക് വിഷസ് അറിയിച്ചു. എന്നാൽ ഞാൻ നേരിട്ട് ഒന്ന് ഒറ്റയ്ക്ക് പോയി നോക്കട്ടെ, ഇവരാരെങ്കിലും എന്നെ കണ്ട വല്ല വിഷസ് അറിയിക്കൂ? സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ അച്ഛ അയച്ചുകൊണ്ടിരിക്കും. എന്നാൽ നേരിട്ട് ഞാൻ അടുത്ത് പോയി ആരെങ്കിലും വന്ന് അച്ഛ ഹാപ്പി ബർത്ത്ഡേ അല്ലെ എന്തുകൊണ്ട് സുഖമായിരിക്കുന്നു ചോദിക്കുമോ? ഇന്ന് മുഖാമുഖം കാണുമ്പോൾ മുഖം മാറി നടക്കുന്ന സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഓർക്കുക, ഈ ലോകം നാശത്തിലേക്കാണ്. ബന്ധങ്ങൾ ഇല്ലാതെ നാം ജീവിച്ചാൽ ഓർത്തോണം, നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ശിഥിലമാക്കപ്പെടുന്ന ബന്ധങ്ങൾ. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം വീടിൻ്റെ കോടതി കയറി ഇറങ്ങുക. എന്താ കാര്യം? മക്കൾ ചോദിച്ചു പാർട്ടീഷൻ വേണം, ഡിവൈഡ് ചെയ്ത് നൽകണം. അദ്ദേഹത്തിന് വലിയ ഏക്കർ കണക്കിന് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നാൽ അവർക്കൊരു ലോണിന് ആവശ്യം വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് തരത്തില്ല. ഈ എവിടെ ഇപ്പോൾ കേട്ടതുള്ള തരത്തില്ലെന്നല്ല, തരൂല്ല എന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞ പോലെ ഇവിടെ കേസിന് പോകുന്ന ആളുകൾ സഹോദരന് വേണ്ടി ഒരു കുറച്ച് കല്ല് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, അവന് സുഖമായിട്ട് വീട്ടിലേക്ക് കയറാൻ കഴിയും. ഞാനൊരിക്കൽ ഒരിടത്ത് ഒരു ഭവനത്തിൻ്റെ വഴി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവർ വഴി കൊടുക്കത്തില്ല, വളരെയധികം പ്രയാസമാണ്. ഇടുങ്ങിയ വഴിയിലൂടെയാണ് അവരകത്ത് കയറുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വഴി കൊടുക്കാതെ? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു ആഗ്രഹമാണ്, അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് അവർക്ക് വഴി കൊടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അച്ഛൻ മരിച്ചത് എങ്ങനെയാണ്? ക്യാൻസർ ആയിരുന്നു. അച്ഛൻ പോയപ്പോൾ ഈ വഴി കുറച്ച് കൊണ്ടുപോയായിരുന്നോ? കൊടുത്തു ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഒന്നുകൊണ്ട് സമാധാനപ്പെട്ട് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഇളയ മോനും ക്യാൻസറാണ്, എന്നാൽ അവനോട് ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചവൻ പറഞ്ഞു അവനും തരത്തില്ല. അവന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണെന്ന് ചോദിച്ചു. അപ്പം അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വരുമെന്ന് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുക, കർത്താവ് പ്രത്യാശ വെക്കുക. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്തോ അങ്ങ് പറയാനുള്ളൊരു ധൈര്യമുണ്ട്. കാരണം അച്ഛന്മാരായതുകൊണ്ട് തിരിച്ചാരും ഒന്നും പറയത്തില്ലല്ലോ അല്ലേ? അതുകൊണ്ടുള്ളൊരു ധൈര്യം ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന. പക്ഷെ എൻ്റെ ഒരു രീതി അങ്ങനെയല്ല, നീതിയോടെ ജീവിക്കുക, നീതി മാത്രം സംസാരിക്കുക, അനീതി കണ്ടാൽ എതിർക്കുക. ഇവൻ്റെ ഭാര്യയ്ക്കറിയാം, ഞാൻ ഈ പോകുന്ന വഴിയിലൊക്കെ എന്തെങ്കിലും ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഞാൻ തമ്മിലങ്ങ് പറയും. എന്തോ ഗവൺമെൻറ് എന്തോ ചോദിക്കും, അറിയാതെ അങ്ങ് മനസ്സിലേക്ക് വരും. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടെ അങ്ങ് പറയിപ്പിക്കുന്നു. ഇവിടെ നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. വെറുക്കുവാനോ പിണക്കങ്ങളുള്ളവരായിട്ടോ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ആരോടും പിണക്കമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. ഈ പള്ളിയിൽ കാണുന്ന ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കയ്യസൂരി കൊടുക്കുമ്പോൾ സാധാരണ ഞങ്ങളൊക്കെ പറയുന്നത് ഈ കുരിശ് ആകൃതിയിൽ മുന്നിൽ നിന്ന് ഒരാൾ വാങ്ങിച്ച് പുറകെ കൊടുക്കുക, 2 സൈഡിൽ കൊടുക്കുക, അങ്ങനെ കൊടുക്കണ്ട. എന്നാൽ ചില ആളുകൾ കൊടുക്കത്തില്ല, എന്ത് വന്നാലും കൊടുക്കത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾ നടുമിണ്ടത്തില്ല. അതാണ് പ്രശ്നം. അതിന് കൈ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ. എന്നാൽ ഞാൻ പലപ്പോഴും എൻ്റെ ഇടവകളിൽ പറയാറുണ്ട്, ഈ കയ്യസൂരി വ്യക്തികൾ തമ്മിലല്ല കൊടുക്കുന്നത്, ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന കയ്യസൂരിയാണ് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. അതുകൊണ്ട് നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു. 3 ചിന്തകളാണ് ഇന്ന് പങ്കുവച്ചത്. 1, നോഹ വ്യത്യസ്തനായി ജീവിച്ചവനാണ്. ഈ ലോകത്തിൽ വ്യത്യസ്തനായി ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം.
വ്യത്യസ്തതയില്ലാതെ ജീവിച്ചാൽ ആരും നമ്മെ ഓർക്കുകയില്ല. നമ്മൾ എത്ര മനോഹരമായ രീതിയിൽ ജീവിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ശവം. അല്ലെങ്കിൽ ബോഡി എപ്പോൾ വരും, അല്ലെങ്കിൽ പത്രോസ് എപ്പോൾ വരുമെന്ന് ചോദിക്കുമോ ആരെങ്കിലും? ചോദിക്കത്തില്ല. ബോഡി എപ്പോൾ വരും എന്ന്, അല്ലെങ്കിൽ ശവം എപ്പോഴാണ് അടക്കുന്നത്, അങ്ങനല്ല ചോദിക്കുന്നേ. ഓർത്തോ, ജീവിതം ക്ഷണികമാണ്. അടുത്ത നിമിഷം എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയത്തില്ല. ഞങ്ങൾ പലപ്പോഴും അച്ഛന്മാർ പറയാറുണ്ട്, ഈ ഓരോ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ, ഒരു പക്ഷേ ഇത് ഞങ്ങളുടെ അവസാനത്തെ കുർബാനയായിരിക്കും, നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. പ്രാർത്ഥിക്കും. വിശ്വാസ സമൂഹത്തോട് ഇത് തന്നെ പറയും. നാളെ ഒരു പക്ഷേ നമുക്ക് ആരാധനയെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ജീവിച്ചിരിക്കുന്നത് എത്ര കാലമാണോ അത്രയും കാലം നോഹയെ പോലെ നീതിയോടും നോഹയെ പോലെ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും നിഷ്കളങ്കമായി ജീവിക്കുവാൻ സാധിക്കട്ടെ, വ്യത്യസ്തനായി ജീവിക്കാൻ സാധിക്കട്ടെ. നോഹ ദൈവവചനം അനുസരിച്ച് നടന്നവനാണ്. 3, നോഹ എല്ലാവരെയും സ്നേഹിച്ചവനാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് മനുഷ്യരുടെ മനസ്സിൽ വലിയവരായി തീരുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ മുൻപിലും നമ്മൾ വലിയവരായി തീരുകയാണ്. ഇപ്രകാരം ഒരു അവസരം എനിക്ക് നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട രൈജാനോടും UCP പ്രെയർ മീറ്റിംഗിലെ എല്ലാ കുടുംബാംഗങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.